നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കിപ്പം MSK ഒപ്പം തന്നെ PT മുഹമ്മദ് ജസീം രണ്ടുപേർക്കും സ്വാഗതം. MSK 154 റൺസ് വിജയലക്ഷ്യം വെറും 10 ഓവറിലാണ് തീർത്തത്. കഴിഞ്ഞ മത്സരത്തിന് ശേഷം സാന്നർ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു ഇന്ത്യക്കെതിരെ 300 അടിച്ചാൽ പോലും അതൊരു സേഫ് ടോട്ടലല്ല എന്ന് പറയുന്നു. തവണ അടിച്ചത് അതിൻ്റെ പകുതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഓവറിൽ തന്നെ ഇന്ത്യ തീർത്തും ചെയ്തു. 150 റൺസ് 10 ഓവറിൽ ഇന്ത്യ തീർക്കുന്നു. നിരാശപ്പെടുത്തിയത് സഞ്ജു മാത്രം. എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകര ആധികാരികമായിട്ടുള്ള ജയമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളും ഇതേപോലെ തന്നെയാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത്. 3-ാം മത്സരത്തിലേക്ക് വരുമ്പോഴും ഇന്ത്യ ആ ഒരു അപ്രമാദിത്യം, T20 അപ്രമാദിത്യം നമ്മൾ കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും 10 ഓവറിൽ 155 റൺസ് എന്ന് പറയുമ്പോൾ 60 പന്തിലാണ്. 60 പന്തിൽ 200-ലേറെ സ്ട്രൈക്ക് റേറ്റിലാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ബാറ്റർമാർ പോലും ഭയത്തോടെയല്ല കളിച്ചത്. അപ്രോച്ച് കൃത്യമായിരുന്നു. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് സഞ്ജു ഔട്ടായ അതേ ഓവറിൽ തന്നെ ഇഷാൻ കിഷൻ ഇറങ്ങുന്നു. ഇഷാൻ കിഷൻ 2 സിക്സ് അടിച്ചിട്ടാണ് അതേ ബോളർ മാറ്റ് ഹെൻറി സ്വീകരിക്കുന്നത്. അതിനുശേഷം ഒരു ബൗണ്ടറി നേടുന്നു. പിന്നെയുള്ളത് അഭിഷേക് ശർമ്മ 14 പന്തിൽ 50 നേടുന്നു. സൂര്യകുമാർ യാദവ് ബാക്ക് ടു ഫോം. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഫോമായിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യ ഒരു പ്രോസസ്സാണ്. അതായത് ഒരു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ T20 ലോകകപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെ അതായത് കൃത്യമായിട്ട് ഉള്ള ഒരു സംവിധാനം ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ള ഒരു സൊല്യൂഷൻ ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ മത്സരവും കഴിഞ്ഞ മത്സരവും അതിന് മുമ്പത്തെ മത്സരമൊക്കെ നമുക്ക് മുമ്പിൽ തെളിയിക്കുന്നൊരു കാര്യം. ഇപ്പം സഞ്ജു നിരാശപ്പെടുത്തി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷെ അത്രയും സമ്മർദ്ദത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. മാത്രമല്ല സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവരാണ് ചാമ്പ്യൻ പ്ലെയർ. അതാണ് സത്യം. സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവരാണ് വിജയികൾ. ശരിയാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ഡേ ആയിരുന്നു ഇത്. പക്ഷേ മേ ബി അടുത്ത 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവസരത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പരാജയമായിരുന്നു ഇത്. ഫസ്റ്റ് പന്തിൽ തന്നെ അദ്ദേഹം ഇന്നത്തെ സഞ്ജുവിൻ്റെ അപ്രോച്ച് പോലും സഞ്ജു ക്രീസിലേക്ക് നടക്കുന്നത് പോലെ ഒരു വല്ലാത്തൊരു ടെൻഷൻ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു മുഖമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സഞ്ജു ഫസ്റ്റ് പന്തിൽ തന്നെ ഔട്ടാവുന്നു. അതും ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി നിന്ന് അത് ഡിഫെൻഡ് ചെയ്യുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ആ പന്തും നല്ലൊരു പന്തായിരുന്നു. അത് മാറ്റ് ഹെൻറി ഈ മത്സരത്തിൽ എറിഞ്ഞ ഏറ്റവും നല്ല പന്തായിരുന്നു അത്. ആ പന്തിൽ തന്നെ സഞ്ജു ഔട്ടായി. അതും ഗോൾഡൻ ഡക്ക് എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കറിയാം സഞ്ജു പ്രത്യേകിച്ചും ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരൊറ്റ മുണ്ട് കണ്ടിടത്തെല്ലാം ഓർത്തു ഞാൻ നാടിനെ എന്ന് മുമ്പ് വൈലോപ്പിള്ളി പാടിയിട്ടുണ്ട്. അപ്പം സഞ്ജുവിനെ കാണുമ്പോൾ നമ്മളുടെ ഒരു മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പം സഞ്ജു ഈ ഒരു നിരാശപ്പെടുത്തിയ പ്രകടനം കൂടി ആയതോടുകൂടി തിരുവനന്തപുരത്തെ ഈ 31-ാം തീയതി വരുന്ന 5-ാം T20 അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യം പോലും ആശങ്കപ്പെടുത്തുന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പക്ഷേ സഞ്ജു തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. കാരണം സഞ്ജു ഫോമുള്ള സമയത്തൊക്കെയും സഞ്ജുവിന് അവസരങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഫോം ഔട്ടിൻ്റെ കാലത്തും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. സഞ്ജു തിരിച്ചു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ളത് ഇഷാൻ കിഷൻ്റെ ഫോം. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഇഷാൻ കിഷൻ അദ്ദേഹത്തിൻ്റെ ഒരു സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമ്പോൾ ഒരു ബീസ്റ്റ് മോഡിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഇങ്ങനെ കളിക്കുന്ന ഇഷാൻ കിഷനെ നമ്മൾ IPL പോലും കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം സെക്കൻഡ് ബോളാണ് സിക്സ് അടിക്കുന്നത്, തൊട്ടടുത്ത പന്തും സിക്സ് അടിക്കുകയാണ്. അത് അപ്രോച്ച് എന്നുള്ളത് ഭീകരം. അത് നമ്മൾ പണ്ട് കണ്ട ഇഷാനിൽ നിന്നും ഭയങ്കര വ്യത്യസ്തനായൊരു ഇഷാനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാഷാ സിനിമയിലെ പോലെ അത് എനിക്ക് ഒരു പേര് കൂടി ഇരിക്കുന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ബീസ്റ്റ് മോഡ്, അൾട്ടിമേറ്റ് ബീസ്റ്റ് മോഡിലാണ് ഇഷാൻ കിഷൻ കളിക്കുന്നത്. ഇഷാൻ്റെ ഇന്നിങ്സ് തന്നെയാണ്. അതായത് തുടക്കത്തിലൊരു വിക്കറ്റ്, ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്കായിട്ടൊരു ബാറ്റ്സ്മാൻ ഔട്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു സമ്മർദ്ദം ആ ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സമ്മർദ്ദത്തെ ആ 2 ഷോട്ടുകൾ കൊണ്ട് ഇഷാൻ അങ്ങ് പാടെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ എടുത്തു പറയാനുള്ള കാര്യം. പിന്നെയുള്ളത് ഒരുപാട് കാര്യങ്ങൾ. മറ്റേ രവി ബിഷ്ണോയുടെ ഫോം. കാരണം രവി ബിഷ്ണോയി ഈ പറഞ്ഞതുപോലെ ഒരു സമയത്ത് വേൾഡ് T20 നമ്പർ 1 ബോളറായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അദ്ദേഹത്തിന് ഭീകരമായൊരു അവഗണന നേരിട്ടു. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നു. പലപ്പോഴും നമ്മൾ കുൽദീപിനെയും വരുൺ ചക്രവർത്തിയാണ് പ്രിഫർ ചെയ്യാറുള്ളത്. വരുണിൻ്റെ അഭാവത്തിൽ രവി ബിഷ്ണോയ്ക്ക് അവസരം ലഭിക്കുന്നു. അദ്ദേഹം മികച്ച രീതിയിൽ 4 ഓവറുകൾ എറിയുന്നു. ഒരുപക്ഷെ ബുംറ 3 വിക്കറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൽ ഏറ്റവും നിർണായകമായ 4 ഓവറുകൾ രവി ബിഷ്ണോയുടേതായിരുന്നു. അദ്ദേഹം ആ സമയത്ത് കൃത്യമായിട്ടും അവരെ വരിഞ്ഞു കിട്ടിയ ഒരു ഹാട്രിക് ചാൻസ് പോലും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പം ബിഷ്ണോയുടെ പന്തുകളെ അദ്ദേഹം ആ ഫോമിലേക്ക് എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സൂര്യ ബാക്ക് ടു ഫോം, അതും വലിയൊരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം എന്ന് പറയുമ്പോൾ ആധികാരികമാണ്, പരമ്പര നേടിക്കൊണ്ടുള്ള വിജയമാണ്. ഹാറ്റ്സ് ഓഫ്. ഉറപ്പായിട്ടും. ജസീം, ഇപ്പോൾ അവസാനം 2 മത്സരം സഞ്ജു കളിക്കുമോ? ഞാൻ ഡയറക്റ്റാണ് ചോദിക്കുന്നത്.
അവസാനം 2 മത്സരം എന്ന് പറയുന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കളിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. സഞ്ജു കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ സഞ്ജു വളരെയധികം നിരാശപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മത്സരത്തോടു കൂടി. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം കുറച്ച് കളിക്കാൻ ശ്രമിച്ചെന്നിരുന്നെങ്കിലും ഇന്ന് അത്രത്തോളം പോയില്ല എന്നുള്ള ഒരു ഒരു പക്ഷെ അതൊരു വലിയൊരു നല്ല സങ്കടമുണ്ട്. പന്തായിരുന്നു. അത് നമുക്ക് നല്ലൊരു പന്തിനെ കൂടി പന്തായിരുന്നു. പക്ഷേ നമുക്ക് ആ ഗോൾഡൻ ഡക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി കൂടിയായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രണ്ടാമത്തെ T20 കഴിഞ്ഞതിന് ശേഷം സഞ്ജു 2 മത്സരവും ഫോം ഔട്ടായല്ലോ. അപ്പോൾ അന്ന് മുൻ താരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സഞ്ജു വല്ലാതെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുകയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അതൊരു സത്യമായി, അല്ലെങ്കിൽ അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ 20 മത്സരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം, നേരത്തെ MSK പറഞ്ഞ പോലെ വളരെയധികം സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ഇറങ്ങുന്നതും കളിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ്, അദ്ദേഹം ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ലോകകപ്പിലൊക്കെ ഉണ്ടാകുന്ന അദ്ദേഹം എങ്ങനെ കളിക്കും, അല്ലെ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിലുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ 2 മത്സരങ്ങൾ കൂടി വരാനുണ്ട്. അതിലൊന്ന് തിരുവനന്തപുരത്താണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അദ്ദേഹത്തെ പ്രതീക്ഷയുണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് കളി കാണാനിരിക്കുമ്പോൾ അദ്ദേഹം ഈ നിരാശപ്പെടുത്തുന്നത് വലിയൊരു ദുഃഖമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ത്യ 10 ഓവറിൽ ജയിക്കുന്നു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. കാരണം കഴിഞ്ഞ ആദ്യ മത്സരം നമ്മൾ കാണുമ്പോൾ നമുക്ക് കരുതി ന്യൂസിലാൻഡ് ഒരു തിരിച്ചുവരവുണ്ടാവുമെന്ന്. പക്ഷേ ഒരിക്കലും അതല്ല ഉണ്ടായത്. നമ്മളൊക്കെ പ്രവചിച്ചതിനപ്പുറം ഇന്ത്യ കൂടുതൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ത്യ കൂടുതൽ ഈസി ആയിട്ട് വിജയിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നല്ല ആധികാരികമായിട്ടുള്ള ജയം. ഇന്ന് നോക്കുമ്പോൾ 10 ഓവറിൽ ആ ഒരു മത്സരം കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ചെറിയ ടോട്ടലാണ് ഗുവാഹട്ടിയിൽ ഉണ്ടായത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ബുംറയൊക്കെ ഒന്ന് ബോളിങ്ങിൽ വരുമ്പോൾ ബുംറ വീണ്ടും ഈ മൂന്നാം T20 വരുമ്പോൾ അത് പിന്നെ ഇന്ത്യൻ ബോളർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായി മാറുന്നത്. ഈ ബുംറ വരുന്നു, 3 വിക്കറ്റ് നേടുന്നു. അത് തന്നെ 2 ബോൾഡാണ്, 2 ബോൾഡാണ്. അപ്പോൾ അത് ഈ ബുംറ തിരിച്ചു വരുന്നു, അത് ഈ ബോളർമാർക്കും ഇന്ത്യൻ ടീമിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അതൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ 10 ഓവറിൽ ഇന്ത്യ വിജയിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം ഇനിയുള്ള മത്സരങ്ങളിൽ, ഇനിയുള്ള ഈ ഒരു പരമ്പര സ്വന്തമാക്കി ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഇനി സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കുകയും ചെയ്യാം. എന്തായാലും ആ ഒരു സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കുമ്പോൾ തന്നെ അതിൽ സഞ്ജുവിനൊക്കെ നല്ലൊരു രീതിയിൽ അദ്ദേഹം പ്രകടനം നടത്താൻ കഴിയട്ടെ എന്നുള്ളതാണ്. മറ്റു ഒരു സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാതെ അദ്ദേഹത്തിന് അതിന് കഴിയട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ്റെ ഫോം തുടരുന്നു. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും 2ാം മത്സരത്തിലും 3ാം മത്സരത്തിലും അദ്ദേഹം അത് കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു മത്സരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫോം വീണ്ടെടുത്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെ തിരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോം നിലനിർത്തുന്നു. അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു രീതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ ഇന്ത്യക്ക് വലിയ അനുകൂലവും വലിയ ഒരു പ്രതീക്ഷയൊക്കെ നൽകുകയാണ്. ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ഈ സഞ്ജുവിൻ്റെ കാര്യം നമുക്ക് ഇനിയിപ്പോൾ തിലക് വർമ്മ ഒക്കെ പുറത്തിരിക്കുന്നു. നമുക്കിനി എന്താകും? കാരണം സഞ്ജു ഇനി കളിച്ചില്ല എങ്കിൽ അത് തന്നെയാണ് നേരത്തെ ശ്രീകാന്തൊക്കെ നേരത്തെ പറയുന്നത്, കഴിഞ്ഞപ്പോൾ പറയുന്നത് പോലെ തന്നെയാണ്. കാരണം ഇദ്ദേഹം ഇനി കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്ലോട്ടിലേക്ക് തിലക് വർമ്മ വരാനിരിക്കുന്നു. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാനാണ്. അദ്ദേഹം ഫോം ആകുന്നത് അതും സഞ്ജുവിന് വളരെയധികം ദോഷം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത ലോകകപ്പിൽ എന്തായാലും സഞ്ജു 11 ഉണ്ടാകുമെന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു അവസരത്തിൽ നമുക്കുണ്ടാകുന്നൊരു നിരാശ അത് വല്ലാതെ ഇന്ന് കൂടി വർദ്ധിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ മലയാളികൾ മാത്രമല്ല, ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഞ്ജുവിന് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടുന്നത്. BCCI സഞ്ജുവിനെ ഉൾപ്പെടുത്താത്ത മത്സരങ്ങളിലെല്ലാം വലിയ രീതിയിൽ, അല്ലെങ്കിൽ സഞ്ജുവിനെ പൊസിഷൻ മാറ്റി കളിപ്പിക്കുന്ന മത്സരങ്ങളിലെല്ലാം BCCI പേജിൻ്റെ അടിയിൽ പോയി വലിയ രീതിയിൽ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നവർ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ്. സഞ്ജു കുറേ കൂടി ഉത്തരവാദിത്തത്തോടെ സഞ്ജു കളിക്കണമായിരുന്നു. കാരണം ഇന്നത്തെ നല്ലൊരു ബോളായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 2 മത്സരങ്ങളിലും സഞ്ജുവിൻ്റെ മോശം ഷോട്ട് സെലക്ഷൻ ആയിരുന്നു. സോഫ്റ്റ് വിക്കറ്റുകളാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മത്സരത്തിൽ സാന്നർ ഫീൽഡറെ മാറ്റിയതുപോലും അദ്ദേഹം അറിയാതെ നേരെ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സമ്മർദ്ദം വലിയ രീതിയിൽ സഞ്ജുവിനെ ബാധിച്ചിട്ടുണ്ട്. അത് അവരുടെ തന്ത്രങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെ, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല സഞ്ജുവിന്. അത് വലിയ രീതിയിലുള്ളൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ എല്ലായ്പ്പോഴും സ്റ്റാറ്റ് വെച്ചിട്ട് തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ വാദിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ടാക്ടിക്സിലായാലും അല്ലാതെ നമ്മളുടെ ഡെയിലി വീഡിയോകളിലായാലും സ്പോർട്സ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വീഡിയോ
സഞ്ജുവിനെ കുറിച്ചാണ്. അതിൽ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് സഞ്ജു മാത്രമേ ഉള്ളൂ, സഞ്ജു മാത്രമേ ഉള്ളൂ. സഞ്ജുവിന് വേണ്ടി നമ്മൾ അത്രയും വാദിക്കുന്നുണ്ട്. സഞ്ജു അത്രത്തോളം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട താരമാണ്. പക്ഷേ വെറുതെ അല്ല ബാധിക്കുന്നത്, നമ്മൾ സ്റ്റാറ്റ്സ് അതിന്റെ അതെ അതെ അല്ല, ഇപ്പോൾ നിരന്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും നമ്മൾ സ്റ്റാറ്റ് പറയണം. കഴിഞ്ഞ 14 ഇന്നിങ്സിൽ സഞ്ജുവിന് 50 പോലും ഇല്ല. സ്ട്രൈക്ക് റേറ്റ് 130 താഴെയാണ്, ശരാശരി 17 20 താഴെയാണ്. അപ്പോൾ അതും നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതൊരു വിഷമമുണ്ട്, വിഷമത്തോടെയാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന് നല്ലൊരു അവസരം സഞ്ജുവിന് കിട്ടാനില്ല. കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് മുമ്പ് സഞ്ജുവിനെ ടീമിലെടുത്തപ്പോൾ സഞ്ജു ഇട്ടൊരു ക്യാപ്ഷൻ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതെല്ലാവരും വലിയ രീതിയിൽ ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി നമ്മൾ കത്തിച്ചു എന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനമായിരുന്നു. പക്ഷേ സഞ്ജുവിന് ഒരു മത്സരത്തിൽ പോലും ആ വേൾഡ് കപ്പിൽ അവസരം കിട്ടില്ല. പക്ഷേ ഇന്ത്യ കപ്പടിച്ചു. നമ്മൾ അതിലാണല്ലോ, നമ്മൾ രാജ്യത്തിന് കിരീടം നേടുക എന്നുള്ളതാണല്ലോ ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണിനേക്കാളും കൂടുതൽ രാജ്യത്തിന് കപ്പടിക്കുക എന്നുള്ളത്. രാജ്യം കപ്പടിച്ചു, വിരാടും രോഹിത്തും എല്ലാം വലിയ രീതിയിൽ ആ കിരീടവുമായിട്ട് ആഘോഷിക്കുന്നത് നമ്മളെല്ലാം കണ്ടാണ്. വലിയ മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇത്തവണ ടീമിനെ പ്രഖ്യാപിക്കുന്നു. സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി വരുന്നു. സഞ്ജുവിനെ ആയിരിക്കും ഓപ്പണർ എന്നുള്ള വലിയ രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നു. ശുഭ്മാൻ ഗില്ലിനെ, BCCIയുടെ മാനസപുത്രനെ വെട്ടിക്കൊണ്ട് സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറാക്കി കളിപ്പിക്കുന്നു. സഞ്ജു അപ്പോൾ അതിനിട്ട ക്യാപ്ഷൻ ആ പാട്ടിലെ തന്നെ രണ്ടാമത്തെ വരിയായിരുന്നു, നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. നമ്മൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഇല്ല, ആ സഞ്ജുവിൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറം മങ്ങാതെ ഈ ലോകകപ്പിൽ തകർത്ത് കളിക്കും എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് ഒരു 5 സീരീസ് വരുന്നു. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര വരുന്നു. അതിലെ അവസാന മത്സരം, ലോകകപ്പിൽ തൊട്ട് മുമ്പുള്ള അവസാന മത്സരം തിരുവനന്തപുരത്ത് വരുന്നു. എല്ലാം കൊണ്ടും സഞ്ജുവിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഒരു തിരക്കഥ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ സഞ്ജു എന്ത് ചെയ്തു? ആദ്യത്തെ മത്സരത്തിൽ 10 റൺസിന് ഔട്ടാവുന്നു, 6 റൺസിന് ഔട്ടാവുന്നു, പിന്നെ 0 ഒരു ഗോൾഡൻ ഡക്ക് ആവുന്നു. ഇത്രയും നല്ല അവസരം. ഇനിയിപ്പോൾ 2 മത്സരത്തിൽ പുറത്തിരുത്തിയാൽ പോലും ഒന്നും പറയില്ല. ആരും ഒരു തരത്തിൽ പോലും BCCIക്ക് താഴെ പോയിട്ട് തെറിവിളി വിളിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും നല്ല അവസരങ്ങളാണ് സഞ്ജുവിന് കിട്ടിയത്. പക്ഷേ ആഗ്രഹം, ഇപ്പോഴും നമ്മുടെ ആഗ്രഹം സഞ്ജു വരട്ടെ, സഞ്ജു കളിക്കട്ടെ. ആ തിരുവനന്തപുരത്തെ മത്സരത്തിലെങ്കിലും നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ, സഞ്ജുവിൻ്റെ മലയാളി ഫാൻസിന് മുമ്പിൽ സഞ്ജു ഒരു സെഞ്ചുറിയോ 50 ഒക്കെ നേരട്ടെ എന്നുള്ള തന്നെയാണ് ആഗ്രഹം. ഒപ്പം തന്നെ ലോകകപ്പിലും കൂടുതൽ മത്സരങ്ങൾ കളിക്കില്ല. പക്ഷേ അപ്പോഴും ഒരുപാട് പ്ലെയേഴ്സ് അവസരങ്ങൾ കിട്ടാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിലക്, നമുക്കറിയാം അദ്ദേഹം സർജറിയൊക്കെ ആയിട്ട് മാറി നിൽക്കുമായിരുന്നു. തിലക് ലോക സ്ക്വാഡിലേക്ക് ലോക സ്ക്വാഡിലുള്ള പ്ലെയറാണ്. ശ്രേയസ് അയ്യരെ നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ 3 മത്സരത്തിൽ കളിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്. നിലവിലെ ഫോമിൽ നോക്കുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനൊന്നും അവിടെ ഇനി ഒരു വലിയ കാര്യമായിട്ട് നോക്കും തോന്നുന്നില്ല. നിലവിലെ ഒരു സ്ഫോടനാത്മകമായ ബാറ്റിങ്ങുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അഭിഷേകിനെയും ഇഷാനെയും ഓപ്പണറാക്കി സൂര്യ 1 ഡൗൺ 4 നമ്പറിൽ ശ്രേയസ് അയ്യറിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടീം ബാലൻസിലും മാറ്റമൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. ഈ നിലവിലുള്ള ഫോമിൽ തന്നെ ഇന്ത്യ കളിക്കും. കാരണം നിലവിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ അല്പമെങ്കിലും മോശമെന്ന് പറയുന്ന രീതിയിൽ കളിക്കുന്നത് സഞ്ജു മാത്രമേ ഉള്ളൂ. പക്ഷേ സഞ്ജു തിരിച്ചു വരണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ സഞ്ജു നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്ന് നല്ല ഇന്നിങ്സ് കളിക്കണം. പക്ഷേ നിരന്തരം ഈ അവസരങ്ങൾ നഷ്ടമാക്കുന്നതിലാണ് നമുക്ക് വിഷമത്തോടെ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. ഇതില് നമ്മുടെ സഞ്ജുവാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ടീം ഇപ്പോൾ ലോകകപ്പിനേക്കുള്ളതും T20 ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലെ ടീം സെലക്ട് ചെയ്ത സമയത്ത് ഇതേ ടീം തന്നെയാണ് ലോകകപ്പിനേക്കും കളിക്കുക എന്നുള്ള ഒരു ടീമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ സമയത്ത് നമുക്കറിയാം, ഈ ടീം ഇടുന്ന സമയത്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സഞ്ജു ആയിരിക്കും എന്നുള്ള സൂചന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സീരീസോട് കൂടിയിട്ട് സഞ്ജുവിൻ്റെ പൊസിഷൻ സെക്കൻഡ് പൊസിഷനിലേക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ പൊസിഷൻ ഇഷാനിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇഷാൻ അത്രയും ഫോമിലാണ് കളിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ ടീം സെലക്ട് ചെയ്ത സമയത്ത് മാനസപുത്രനായ ഗില്ലിനെ തള്ളിയതിന് ശേഷം അവർ കൃത്യമായിട്ട് സെലക്ടർമാർ ജിതേഷിനെ കൂടി ഒഴിവാക്കിയിരുന്നു. അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം ജിതേഷിനെ തള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. കാരണം ജിതേഷ് മധ്യനിരയിൽ അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റോട് കൂടി ഒരു ഫിനിഷർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെലക്ടർമാർ അവിടെ സഞ്ജുവിനൊരു കൃത്യമായിട്ടൊരു സൂചന തന്നെയാണ് നൽകിയിരുന്നത്. കാരണം ജിതേഷിനെ കൂടി തള്ളിയതോട് കൂടിയിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇഷാൻ കിഷനെയാണ്. അപ്പം അതായത് മധ്യനിരയല്ല നമുക്ക് വേണ്ടത്, അതായത് ഓപ്പണിംഗ് ഫസ്റ്റ് 3 പൊസിഷനിലാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ലൈനിൽ തന്നെയാണ്. അതായത് ജിതേഷിനെ തള്ളിയതോട് കൂടിയിട്ട്, ജിതേഷ് ആയിരുന്നെങ്കിൽ സഞ്ജു ഓക്കെയാണ്, സഞ്ജുവിന് കുറച്ചുകൂടി സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇഷാൻ വന്നതോട് കൂടിയിട്ട് സഞ്ജുവിന് ഫോം ഔട്ട് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷാൻ എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണ് സെലക്ടർമാർ എടുത്തിരുന്നത്. അപ്പം അതും ഒരു വലിയൊരു പോയിന്റാണ്. ആ സമയത്ത് ജിതേഷും കൂടി ഇല്ലാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ സഞ്ജുവിന് ഇങ്ങനെ അവസരം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തോട് കളിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഋതുരാജ് ഗെയ്ക്വാദ് പുറത്താണെന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം.
നേരെ പുറത്ത്. ലെഫ്റ്റ് റൈറ്റ് കോംബോ ഒന്നും ഇവർ നോക്കാനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് റൈറ്റ് ഹാൻഡേഴ്സ് വൺ ഡൗണും ഓപ്പണേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ 3 പേര് അടമേൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിലും അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്ക് വൈഭവ് സൂര്യവംശി ഏജ് ബാരിയർ മറികടന്ന് വൈഭവ് വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു റൈറ്റ് ലെഫ്റ്റ് ഒന്നും നോക്കൂല. ഈ T20 അഭിഷേകിന് വൈഭവിനെ അഴിച്ചുവിടാനുള്ള പരിപാടിയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഈ വരവൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സൂര്യവംശമൊക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് വരും എന്നുള്ളതാണ്. അതെ. ഇന്ന് നിങ്ങൾ ആ സ്കോർ റേറ്റ് നോക്കൂ. ന്യൂസിലാൻഡ് ബോളേഴ്സിന് ഒരു സമയത്ത് പോലും അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ്. അതായത് ഇന്ത്യക്ക് ഒരു റെക്കോർഡ് നേരിയ മാർജിനിലെ നഷ്ടമാണ്. അതായത് 150+ ചേസ് ചെയ്ത് T20-യിലെ ഏറ്റവും സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ചേസിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയത്. അതായത് 9.4 ഓവറിൽ 153 ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെതിരെ. ഇത് ഇന്ത്യ ന്യൂസിലൻഡിനെതിരെയാണ്. ഏറെക്കുറെ അവരുടെ ടോപ്പ് ബൗളേഴ്സ് എല്ലാം ഉണ്ട്. സാറിന് ഉൾപ്പെടെ എല്ലാ ബൗളേഴ്സും അവിടെയുണ്ട്. അവർക്കെതിരെയാണ് ഇന്ത്യ 10 ഓവറിൽ ഒരു 150 റൺസ് ടാർഗറ്റ്. ഭീകരമായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളതും കൂടി നമ്മൾ എടുത്ത് പറയുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ സൂര്യ ഫോമിലേക്ക് എത്തി. ഇപ്പോൾ സൂര്യയുടെ കീഴിൽ സൂര്യ ഫോമിലല്ലെങ്കിൽ കൂടി ഇന്ത്യ ഇഷ്ടംപോലെ എല്ലാ പരമ്പരകളും നേടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ സൂര്യ എന്നുള്ള ക്യാപ്റ്റനെ നമ്മൾ പലപ്പോഴും അങ്ങനെ അങ്ങ് അഭിനന്ദിക്കാറില്ല. പക്ഷേ ഈ സൂര്യയുടെ ക്യാപ്റ്റൻസി കൂടി വലിയൊരു വിഷയമാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ടീമിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിലിപ്പം രക്ഷപ്പെട്ടു പോകുന്നു. അതിലാണ് ഏകദിനത്തിലും ടെസ്റ്റിലും അത്രയും മോശം പെർഫോമൻസ് നടത്തുമ്പോഴും T20 നമ്മുടെ ഒരു ടീമിന് പോലും നമ്മുടെ തൊട്ടാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നിലവിലെ കണ്ടീഷനിൽ കണ്ണും ചുമ്പി ഇന്ത്യനെ വേൾഡ് കപ്പ് അടിക്കുന്ന ആര് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തർക്കമില്ല. കാരണം ഒരാൾക്ക് പോലും ഒരു ഭീഷണി പോലും ഉണ്ടാക്കുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് അനുവദിക്കുന്നില്ല. ബോളിംഗ് സെലക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഈ ബോളിംഗ് ചേഞ്ചുകളൊക്കെ കൃത്യമാണ്. അതായത് പിന്നെ ബുംറയെ എങ്ങനെ ഉപയോഗിക്കുന്നു, ബുംറയെ 5ാമത്തെ ഓവറിൽ കൊണ്ടുവരുന്നു. പിന്നെ കൃത്യമായിട്ട് ഇവരൊന്ന് ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ബുംറയെ കൊണ്ടുവരുന്നു. ബുംറക്ക് ഓവറുകൾ പിന്നെയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് ഓവറും ഒരു 17 ഓവറിന് ശേഷവും ബുംറക്ക് ഫസ്റ്റ് ഓവറിലൊന്ന് 3ാമത് തന്നെ വിക്കറ്റ് എടുത്തു. പറയാത്ത പിന്നെ അത് മാത്രം ഡാരിൽ മിച്ചലിൽ നിന്ന് ഔട്ടാക്കിയ ആ വിധമൊക്കെ അതായത് ഓഫ് സൈഡിൽ കൃത്യമായിട്ടൊരു ഫീൽഡർ അവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെയുള്ള പന്തുകൾ ആ രീതിയിലുള്ള ഷോട്ടുകൾ കളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശീലം കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഓരോ ബാറ്റ്സ്മാനെതിരെയും കൃത്യമായ പദ്ധതികളുണ്ട്. ഇടയ്ക്ക് പിന്നെ ശിവൻ ദൂബേനെ പന്തെറിയാൻ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഈ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ട് എന്നുള്ള രൂപത്തിൽ. മാത്രമല്ല നമ്മൾ സ്ക്വാഡിലുള്ള ചേഞ്ചസ് വരുന്നൊക്കെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ വരുൺ ചക്രവർത്തിക്ക് വിശ്രമം കൊടുത്തിട്ടാണ് വേൾഡ് കപ്പിന് മുമ്പ് ഇഞ്ചുറി ഒന്നും വേണ്ടെന്ന് എഴുതിയിട്ട് ബിഷ്ണോയെ കൊണ്ടുവരുന്നു. ബിഷ്ണോയ് 4 ഓവർ 18 റൺസ് വിട്ട് കൊടുക്കുന്നുള്ളൂ. 2 വിക്കറ്റ് നേടുന്നു. പന്തുകൾ അവർക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അർഷ്ദീപ് സിംഗിന് പകരം ബുംറ കഴിഞ്ഞ മത്സരത്തിൽ റെസ്റ്റ് ചെയ്തിരുന്ന ബുംറ വരുന്നു. ബുംറ 3 വിക്കറ്റ് എടുക്കുന്നു. അത്തരത്തിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചസിലുമെല്ലാം വളരെ ഇമ്പോർട്ടന്റ് പെർഫോമൻസ് ഇന്ത്യ നടത്തുമെന്നുള്ളത് തന്നെയാണ്. അടുത്ത മത്സരത്തിൽ ചേഞ്ചസ് വരുത്തുമെന്നുള്ള കാര്യം കൂടിയും ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ ഇനിയിപ്പോൾ പരമ്പര കിട്ടിയൊരു സാഹചര്യം ഓപ്പണറെ ചേഞ്ച് ആക്കുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഓപ്പണർ ചേഞ്ച് ആക്കണമെങ്കിൽ അഭിഷേകിന് ഒന്ന് വിശ്രമം കൊടുത്താൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഈ സഞ്ജുവിനൊക്കെ പറയുമ്പോഴേ, സഞ്ജു ഇപ്പോൾ ഈ ഫോം ഔട്ട് ആകുമ്പോൾ ഇതിൽ കൂടുതൽ പേടിക്കുന്ന മറ്റൊരു ടീമുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ്. സംബന്ധിച്ചിടത്തോളം മാർച്ച് 22-ന് IPL പുതിയ സീസൺ തുടങ്ങുകയാണ് ലോകകപ്പിന് ശേഷം. അപ്പോൾ ഈ സഞ്ജു ഇങ്ങനെ ഫോം ഔട്ട് ആകുന്ന വലിയ പ്രതീക്ഷയോടെയാണ് ചെന്നൈ ഈ സഞ്ജുവിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ നെഞ്ചിരിപ്പം ഏറുന്നുണ്ടാവുന്നില്ലാണ്. കാരണം കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രകടനം അതുപോലെ തന്നെ. ന്യൂസിലാൻഡ് ഇന്ന് ഒരു മികച്ച പ്രകടനത്തിലേക്ക് പോയില്ല എന്നുള്ളത്. ഗ്ലെൻ ഫിലിപ്സും ചാപ്മാനും ചേർന്നുള്ളൊരു കൂട്ടുകെട്ട് മാത്രമാണ് അൽക്കമെങ്കിലും ഒരു ഇതുണ്ടായി. മറ്റേ 9 വിക്കറ്റുകളുടെ നഷ്ടമായി എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിലൊക്കെ അവർ ശരാശരി എല്ലാവരും ഓരോ ചെറിയൊരു ശരാശരി പ്രകടനം നടത്തിയാലും ഇന്ന് ആ രീതിയിലേക്ക് അവർക്കും പോകാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ബൗളർമാരെ കൃത്യമായിട്ട് അവരെ വരിഞ്ഞു മുറുക്കി അവരുടെ ഒതുക്കി കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ നല്ല രസമുള്ള മൊമെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ന്യൂസിലൻഡ് ഫീൽഡർമാർ വന്നിട്ട് അഭിഷേകിന്റെ ബാറ്റ് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു മൊമെന്റ് കണ്ടിരുന്നു. അത് പണ്ട് നമ്മൾ നാട്ടിലൊക്കെ കഥയുണ്ടായിരുന്നില്ല, എല്ലാ നാട്ടിലുള്ള കഥയായിരിക്കും. സൂര്യയുടെ ബാറ്റിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ടല്ലേ, അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബാറ്റ് പരിശോധിക്കുക അഭിഷേകിന്റെ. അത് ന്യൂസിലൻഡിന്റെ പ്ലേയേഴ്സ് വന്നിട്ട് അത് ഭയങ്കര കൗതുകമുള്ള മൊമെന്റുകളാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ പോസ്റ്റ് മാച്ചിൽ അഭിഷേക് പറയുന്നുണ്ട്, അപ്പോൾ യുവരാജിന്റെ റെക്കോർഡിനടുത്ത് യുവരാജാണല്ലോ അദ്ദേഹത്തെ അഭിഷേകിന്റെ ആശാനാണല്ലോ യുവരാജ്. 12 ബോളാണ് നമുക്കറിയാം. ഇംഗ്ലണ്ടിനെതിരായ ബ്രോഡിനെതിരായ 6 സിക്സറുകൾ ഉൾപ്പെടെയുള്ള ആ ഇന്നിങ്സിൽ 12 ബോൾ 50 അടിച്ചു. അതിന് തൊട്ട് താഴെ ഫാസ്റ്റസ്റ്റ് സെക്കൻഡ് 50 ഇപ്പോൾ അഭിഷേക് വന്നിട്ടുള്ളത് 14 ബോളിൽ. അപ്പോൾ യുവരാജിന്റെ പെർഫോമൻസിന് ചോദിക്കുമ്പോൾ യുവരാജിയുടെ റെക്കോർഡ് ഒരിക്കലും തൊടാൻ പറ്റില്ല, അതൊരു വല്ലാത്തൊരു മൈൽ സ്റ്റോൺ ആണെന്നുള്ള രീതിയിലാണ് അഭിഷേക് പറഞ്ഞു വെക്കുന്നത്.
പക്ഷെ അതൊക്കെ തെറ്റും എന്നുള്ളതാണ് നിലവിലെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ തെറ്റും. റെക്കോർഡുകളൊക്കെ മാറട്ടെ. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞത് ആദ്യം 22 ബോളിൽ അഭിഷേക് 50 അടിക്കുന്നു, അതിനുശേഷം 21 ബോളിൽ ഈശാൻ കിഷൻ മറികടക്കുന്നത്. അതായത് ന്യൂസിലാൻഡിനെതിരെ അതെ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറിയാണ് ഇവർ രണ്ടുപേരും. തൊട്ടടുത്ത് സൂര്യയും എത്തി 23 പന്തില്. അതും കഴിഞ്ഞാണ് ഇന്ന് 14 ബോളിൽ. അതായത് ഇവര് പ്രകടനം നന്നായി മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് നമ്മള് കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഹൈ റിസ്ക് ക്രിക്കറ്റ് ആണ് ഇന്ത്യ കളിക്കുന്നത്. ഹൈ റിസ്ക് ക്രിക്കറ്റ് അല്ല, ഇന്ത്യ ഡേഞ്ചറസ് ക്രിക്കറ്റാണ് കളിക്കുന്നത്. എതിരാളികളെ അപായത്തിലാഴ്ത്താണ്. T20 ഇന്ത്യക്ക് എതിരാളികൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇന്ത്യയെ തോൽപ്പിക്കാൻ മാത്രമുള്ള ശക്തി ലോകത്തിലുണ്ടോ എന്നുള്ളത് പോലും ഇപ്പോൾ സംശയം. കാരണം അത്രയും ആധികാരികമായിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. ഇത്രയും പേരുണ്ടായിട്ടും പ്രതിഭകൾ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ടീമിൽ അവസരം കിട്ടാത്തവർ പോലും പ്രതിഭകളാണ്. അത് അവർ ഒരുപാട് കാലം തെളിയിച്ചിട്ടുണ്ട്. ഈവൻ ശുഭ്മാൻ ഗില്ല് പോലും മികച്ച T20 പ്ലെയർ തന്നെയാണ്. ഒഴിവാക്കപ്പെട്ട ശുഭ്മാൻ അല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ നമ്മളിപ്പോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അനാവശ്യമായിട്ട് സപ്പോർട്ട്. സഞ്ജു ഒന്ന് ഡൗൺ ആയപ്പോഴേക്ക് ഇയാൾക്ക് വീണ്ടും ഗില്ലിന് വേണമല്ലേ? അല്ല, സഞ്ജുവിന് വേണ്ടി നമ്മൾ എപ്പോഴും വാദിച്ചിട്ടുണ്ട്. കാരണം സഞ്ജു വന്നപ്പോൾ ഉള്ള ഒരു ഗുണം എന്നുള്ളത്, നമ്മൾ ആ ഒരു സഞ്ജു പെട്ടെന്ന് ഔട്ടാകുകയാണെങ്കിൽ കൂടി അധികം ബോളുകൾ നേരിടാതെയാണ് അദ്ദേഹം ഇപ്പോഴൊക്കെ പുറത്തായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറവും ഒരുപാട് പേര്, ഇപ്പോൾ ബിഷ്ണോയ്ക്ക് തന്നെ അവസരം വളരെ അപൂർവമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഈ മത്സരത്തിൽ തെളിയിച്ചു, അവസരം കിട്ടിയത് അത് മുതലാക്കി. അർഷദീപ് ഇന്നത്തെ കളിക്കില്ല. പിന്നെ അവസരം കിട്ടാത്തവരും ഇഷ്ടംപോലെ പുറത്തുണ്ട് എന്ന് നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീം ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കിട്ടുമ്പോൾ മുതലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ടീം ഇതേപോലെ ഇപ്പോൾ പുറകിൽ നിൽക്കുക, ഈ സ്കോഡിൽ പെടാതെ ഒരുപാട് പേര്. അപ്പോൾ അവസരങ്ങൾ കിട്ടുന്നത് മുതലാക്കുക എന്നുള്ളത് അതിലൊരു സംശയം വേണ്ട, അത് ചെയ്യുന്നേ വേണം. അത് സഞ്ജു ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ്റെ മുൻ ക്രിക്കറ്റ് താരങ്ങളും അതുപോലെ എല്ലാവരും പറയുന്നത്. സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ലല്ലോ. സഞ്ജുവിന്റെ ഒരിക്കലും അത് ശരിയല്ല. കാരണം നമ്മൾ സഞ്ജുവിന്റെ ഒരു പെർഫോമൻസിന്റെ നിരാശ ഉണ്ടെങ്കിൽ പോലും ടീം ഇന്ത്യയുടെ ഓൾറൗണ്ട് പ്രകടനം വെച്ച് നോക്കുമ്പോൾ വലിയ ഹാപ്പി തന്നെയാണ്. അതായത് ഇന്ന് ഫീൽഡിങ്ങിലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫീൽഡിങ്ങിനും ബൗളിങ്ങിനും ബാറ്റിങ്ങിനും എല്ലാം ഇപ്പോൾ ന്യൂസിലൻഡിനെതിരായ ഒരു ക്യാച്ച് എടുത്ത് ഗംഭീര ക്യാച്ചായിരുന്നു. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലും ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. ന്യൂസിലൻഡിനെതിരെ 3 മത്സരം പിന്നിട്ടപ്പോൾ തന്നെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. 2 മത്സരം കൂടി ബാക്കിയുണ്ട്, വിശാഖപട്ടണത്തും ഒപ്പം നമ്മുടെ തിരുവനന്തപുരത്തും. ആ 2 മത്സരത്തിലും വിജയത്തോടു കൂടി തന്നെ പരമ്പര ഒരു ക്ലീൻ സ്വീപ്പ് ഇന്ത്യ നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അവസരം കിട്ടുകയാണെങ്കിൽ സഞ്ജു ശേഷിക്കുന്ന മത്സരത്തിലും തിളങ്ങാൻ സഞ്ജുവിന് കഴിയട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.